ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ കഥയിൽ സ്വർണം നഷ്ടപ്പെട്ട അച്ഛനും മകളും സ്റ്റേഷനിലേക്ക് ചെല്ലുകയാണ്. അവിടേക്ക് അവർ ആദ്യം കയറിയ ഓട്ടോക്കാരനെ പിടിച്ചുകൊണ്ട് വരുന്നുണ്ട്. ഓട്ടോക്കാരനോട് പോലീസ് ചോദിക്കുന്നുണ്ട്, ഇവരുടെ സ്വർണം നീയാണോ മോഷ്ടിച്ചത്, എവിടെ കൊണ്ടുപോയി ഒളിച്ചു വെച്ചിരിക്കുക എന്നൊക്കെ ചോദിക്കുന്നു. ഓട്ടോക്കാരൻ അപ്പോൾ പറയുന്നുണ്ട്, സ്വർണം ഞാൻ കണ്ടുപോലുമില്ലെന്നൊക്കെ. അച്ഛനും മകളും പറയുന്നുണ്ട്, ഓട്ടോയിൽ ആദ്യം കയറിയത് ഇയാളുടെ ഓട്ടോയിലാണെന്ന്. ഇയാളുടെ ഓട്ടോയിലാണോ ബാഗ് നഷ്ടപ്പെട്ടതെന്ന് അറിയില്ലെന്നൊക്കെ പറയാണ്. പോലീസുകാരൻ അപ്പോൾ വീണ്ടും ഓട്ടോക്കാരനെ ഭീഷണിപ്പെടുത്തുന്നുണ്ട്, നിങ്ങൾ സ്വർണം വല്ലതും ഉരുക്കി വിറ്റോ എന്നൊക്കെ ചോദിച്ചിട്ട് ഓട്ടോക്കാരൻ അപ്പോൾ പറയുന്നുണ്ട്, അങ്ങനെയൊന്നും ചെയ്യത്തില്ല, ഞാൻ കണ്ടിരുന്നെങ്കിൽ ഉറപ്പായിട്ടും കൊണ്ടു തന്നിരുന്നേനെന്നൊക്കെ പറയാണ്. എന്റെ ഓട്ടോ കേടായത് കൊണ്ട് വേറൊരു ഓട്ടോയ്ക്ക് ഇവരെ കയറ്റി വിടുകയായിരുന്നു, അതാരാണെന്ന് എനിക്ക് അറിയില്ല എന്നൊക്കെ പറയുന്നു. പോലീസുകാരൻ മോളോടും അച്ഛനോടും പറയുന്നുണ്ട്, ഏത് ഓട്ടോയിൽ വെച്ചാ മിസ്സായതെന്ന് നിങ്ങളൊന്ന് ഓർത്തു നോക്കാനെന്ന്. മോളപ്പോൾ പറയുന്നുണ്ട്, അത് ശരിക്കും ഓർക്കുന്നില്ല എന്നൊക്കെ. പോലീസുകാരൻ അപ്പോൾ പറയുന്നുണ്ട്, എന്തായാലും മറ്റേ ഓട്ടോക്കാരനെ കൂടെ കണ്ടുപിടിക്കാതെ കാര്യമൊന്നും നടക്കില്ല എന്നൊക്കെ. ഈ ഓട്ടോക്കാരനോട് അങ്ങോട്ട് മാറി നിൽക്കാനെന്നും പറയുന്നു. ശേഷം കാണിക്കുന്നത് ശാലിനിയും വിഷ്ണുവും കുട്ടികളും എല്ലാവരും കാറിൽ ടൂർ പോയിക്കൊണ്ടിരിക്കുകയാണ്. കുട്ടികൾ പറയുന്നുണ്ട്, ആദ്യം തന്നെ നമുക്ക് വാട്ടർ തീം പാർക്കിൽ പോകണമെന്ന്. വിഷ്ണു വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ പറയുന്നുണ്ട്, ഈ ടൂറൊക്കെ നമ്മൾ നേരത്തെ പോകേണ്ടതായിരുന്നു, ഇപ്പോഴാണ് എനിക്ക് തോന്നുന്നതെന്നൊക്കെ പറയാണ്. വിഷ്ണു ശാലിനിയോട് പറയുന്നുണ്ട്, എന്തായാലും കല്യാണം കഴിഞ്ഞിട്ട് നമ്മൾ ടൂറൊന്നും പോയില്ലല്ലോ എന്നൊക്കെ. ശാലിനി അപ്പോൾ പറയുന്നുണ്ട്, നമ്മുടെ പ്രശ്നങ്ങൾ കഴിഞ്ഞിട്ട് എങ്ങോട്ടെങ്കിലും പോകാൻ പറ്റുമായിരുന്നു എന്ന്. വിഷ്ണു അപ്പോൾ പറയാണ്, എന്തായാലും നമ്മൾ ഹണിമൂണിനൊന്നും പോയിട്ടില്ല, ഇത് നമ്മുടെ ഹണിമൂൺ ആക്കി മാറ്റാമെന്നൊക്കെ പറയാണ്. ശാലിനി അപ്പോൾ കളിയാക്കുന്നു, രണ്ട് കുട്ടികളുടെ അച്ഛനാണെന്ന് മറന്നുപോയോ എന്നൊക്കെ പറഞ്ഞിട്ട്. കുട്ടികൾ രണ്ടുപേരും വിഷ്ണുവിനോട് പറയുന്നുണ്ട്, സ്പീഡിൽ വണ്ടി ഓടിക്കാനെന്നൊക്കെ, അല്ലെങ്കിൽ ഞങ്ങൾ ഓടിക്കുമെന്നൊക്കെ പറയാണ്. ശേഷം കാണിക്കുന്നത് അനൂപിനെയും കൂട്ടുകാരനെയുമാണ്. അനൂപിന്റെ കൂട്ടുകാരൻ അനൂപിനോട് പറയുന്നുണ്ട്, ഇതുവരെ 100 വന്നില്ലല്ലോ എന്നൊക്കെ, എന്താണ് ചെയ്യുക എന്നൊക്കെ ചോദിക്കാണ്. അനൂപ് അപ്പോൾ വരുമെന്നൊക്കെ പറയുന്നു. അതേസമയം രജിസ്റ്റർ ഓഫീസിൽ വെയിറ്റ് ചെയ്യുന്ന കൂട്ടുകാര് അനൂപിന്റെ കൂട്ടുകാരനെ വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട്, എന്താണ് ഇതുവരെയും വരാത്തത്, ഇവിടെ രജിസ്ട്രാറിനെ പിടിച്ചു നിർത്തിയിരിക്കുകയാണെന്നൊക്കെ പറയുന്നു. അനൂപിന്റെ കൂട്ടുകാരൻ അപ്പോൾ പറയുന്നുണ്ട്, കുറച്ചു നേരം കൂടെ വെയിറ്റ് ചെയ്യാനെന്ന്, ഞങ്ങൾ പെട്ടെന്ന് തന്നെ വരുമെന്നൊക്കെ പറഞ്ഞിട്ട് ഫോൺ വെക്കുന്നു. അതേസമയത്ത് നൂറിന്റെ അടുത്തേക്ക് മാമി ആഹാരവുമായിട്ട് ചെല്ലുകയാണ്. നൂറപ്പോൾ പറയുന്നുണ്ട്, എനിക്ക് വിശപ്പില്ല, എനിക്കൊന്നും വേണ്ട എന്നൊക്കെ പറയുന്നു. നൂറ് പറയുന്നുണ്ട്, ഇന്ന് എന്റെ രജിസ്റ്റർ വിവാഹം നടക്കണം, അത് നടന്നില്ലെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ മരിക്കും, മാമി എന്നെ സഹായിക്കില്ല എന്നൊക്കെ പറഞ്ഞ് കരയുകയാണ്. മാമി അപ്പോൾ പറയുന്നുണ്ട്, ഇവിടെ അച്ഛനും മകനും എല്ലാവരെയും വിളിക്കുന്നതിന്റെ ലിസ്റ്റ് തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാ, അപ്പോൾ നീ ഇങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാണെന്നൊക്കെ ചോദിക്കുന്നു. അവരെങ്ങാനും അറിഞ്ഞാൽ അത് വലിയ പ്രശ്നമാകുമെന്നൊക്കെ പറയുന്നു. നൂറപ്പോൾ ചോദിക്കുന്നുണ്ട്, മാമിക്ക് എന്നെ ജീവനോടെ കാണണോ വേണ്ടയോ, അങ്ങനെയാണെങ്കിൽ എന്നെ സഹായിച്ചേ പറ്റത്തുള്ളൂ എന്നൊക്കെ പറയാണ്. നൂറ് പറയുന്നത് കേട്ടിട്ട് മാമി അവസാനം സമ്മതിക്കുകയാണ്, നീ പോയിട്ട് വരണം, പ്രശ്നമൊന്നും ആകരുതെന്നൊക്കെ പറയുന്നുണ്ട്, സൂക്ഷിക്കണമെന്നും പറയുന്നു. നൂറപ്പോൾ പറയുന്നുണ്ട്, ഞാൻ രജിസ്ട്രേഷൻ കഴിഞ്ഞ ഉടനെ തന്നെ ഇങ്ങോട്ട് പോരാമെന്ന്, ആർക്കും ഒരു സംശയം ഉണ്ടാകത്തില്ല, മാമിക്ക് ഒരു പ്രശ്നവും ഉണ്ടാകത്തില്ല എന്നൊക്കെ പറയുന്നു. ശേഷം കാണിക്കുന്നത് വിഷ്ണുവിനെയും ശാലിനിയും കുട്ടികളെയുമാണ്. അവർ വാട്ടർ തീം പാർക്കിൽ എത്തിയിരിക്കുന്നതാണ്. കുട്ടികൾ ഒരുപാട് ആവേശത്തോടെ റൈഡിലൊക്കെ കയറാൻ പോകുന്നുണ്ട്. ശാലിനി പറയുന്നുണ്ട് വിഷ്ണുവിനോട്, എനിക്ക് റൈഡിലൊക്കെ കയറണം, എന്റെ കുഞ്ഞു മനസ്സും മനസ്സിലാക്കണമെന്നൊക്കെ പറയുന്നു. വിഷ്ണു അപ്പോൾ ചോദിക്കുന്നുണ്ട്, തനിക്ക് ഏതിലാണ് കയറേണ്ടതെന്നൊക്കെ. ശേഷം വിഷ്ണുവും കുട്ടികളുമെല്ലാം ഓരോ റൈഡുകളിലായിട്ട് കയറി എൻജോയ് ചെയ്യുകയാണ്. പപ്പിമോളും സത്യമോളും ഊഞ്ഞാലിൽ കയറിയിരിക്കുന്നു. പപ്പിയെ ശാലിനിയും സത്യ വിഷ്ണുവുമാണ് ഊഞ്ഞാലാട്ടിക്കൊണ്ടിരിക്കുന്നത്. പപ്പിയെ പതിയെ ഊഞ്ഞാലാട്ടിയാൽ മതിയെന്ന് ശാലിനിയോട് പറയുന്നുണ്ട്. അതേസമയം സത്യയാണെങ്കിൽ വിഷ്ണുവിനോട് ഭയങ്കര സ്പീഡിൽ ആട്ടാനെന്നൊക്കെ പറയുന്നു. വിഷ്ണു ആട്ടി ആട്ടി മടുത്തു പോവുകയാണ്. പപ്പി പെട്ടെന്ന് ഊഞ്ഞാലിൽ നിന്നും എഴുന്നേറ്റ് മാറി നിൽക്കുന്നുണ്ട്. പപ്പിമോൾ മാറി നിന്നിട്ട് രോഹിത്തിനെ കുറിച്ചും ശ്യാമയെ കുറിച്ചും ചിന്തിക്കുന്നുണ്ട്. ആ സമയത്ത് ശാലിനി അടുത്തേക്ക് ചെല്ലുന്നു. ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു. പുതിയൊരു കഥയുമായി വീണ്ടും കാണാം. താങ്ക് യു.